സഞ്ചാരം ഒരു മനസ്സിനെ എങ്ങനെയാണ് വിപുലീകരിക്കുന്നതെന്നും അതുപോലെ ഒരു മനസ്സിന് എത്രമാത്രം വലിപ്പം ഉണ്ടാക്കുന്നു. നിങ്ങൾക്ക് ഒരുപാട് സമാധാനം തരും, സന്തോഷം തരും, സഹിഷ്ണുത തരും നന്നായി സഞ്ചരിക്കുന്ന ആളുകളാണെങ്കിൽ. ഇപ്പോൾ സഞ്ചാരം ഒരുപാട് കൂടിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, യൂട്യൂബിലൊക്കെ തന്നെ സഞ്ചാരികളുടെ ചാനലുകൾ ഇഷ്ടം പോലെ ഉണ്ട്. ആളുകൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും ചേക്കേറും. നമ്മൾ പല ജനസമൂഹത്തെ കാണുന്ന സമയത്ത് ഇങ്ങനെയൊന്നും അല്ല ലോകത്ത് ജീവിതമെന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകും. നമ്മുടെ മനസ്സ് വളരും എന്ന് മാത്രമല്ല, ഈ വിദേശ നാടുകളിലേക്ക് തന്നെ ജീവിതത്തെ പറ്റിയുള്ള പല തെറ്റിദ്ധാരണകളും മാറും. പലതിനെക്കുറിച്ചുള്ള അറിവ് വർദ്ധിക്കും. മാനസികമായി ആരോഗ്യം മെച്ചപ്പെടും. സാംസ്കാരിക ബോധവും സഹിഷ്ണുതയും ഒക്കെ നമുക്ക് കൂടുതലുണ്ടാകും. അതുകൊണ്ട് കിട്ടുന്ന അവസരം പ്രയോജനപ്പെടുത്തി സഞ്ചരിക്കുക. ഒരു രക്ഷയില്ലെങ്കിൽ കേരളത്തിലെ തന്നെ നിങ്ങൾ അറിയപ്പെടാത്ത എത്രയോ ടൂറിസം സ്പോട്ടുകളുണ്ട്. അവിടേക്കൊക്കെ സഞ്ചരിക്കുക. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന ആളുകൾക്ക് അങ്ങനെ ഒരു സഞ്ചാരം തരപ്പെടുത്തട്ടെ. അപ്പോൾ പുതിയ ലോകത്തെ വെട്ടിപ്പിടിക്കാൻ സഞ്ചാരമാണ് ഏറ്റവും നല്ല കുറുക്ക് വഴി. കാരണം ഈ സഞ്ചരിച്ച് നമ്മൾ എവിടെയെങ്കിലും എത്തുമ്പോൾ ആ സ്ഥലത്തെക്കുറിച്ച് നേരത്തെ അതിനെക്കുറിച്ച് ധാരണയുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായി ചില സ്പോട്ടുകളിലെത്താം. അപ്പം സഞ്ചരിക്കുക, ആത്മീയമായ ഒരു ആനന്ദം നേടുക. അതിനപ്പുറം ലോകത്തെക്കുറിച്ച് കൂടുതൽ അറിയുക. മനസ്സ് കൂടുതൽ വിശുദ്ധമായി മാറട്ടെ.